നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുജൻ അത് തരുന്ന സൂചനകളും അതിന് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്. ഒരു ഗ്രഹം, ആ ഗ്രഹം വാസ്തവത്തിൽ സൂചിപ്പിക്കുന്നത് അതിൻ്റെ സുകൃതവും ദുഷ്കൃതവുമാണ്. ഇപ്പോൾ ഒരു ഗ്രഹത്തെ ഗ്രസിക്കുന്നത് എന്ന വാക്കിലാണ്. ഇപ്പം ഒരു പ്രത്യേക എനർജി ഏതൊക്കെ വിഷയത്തെ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് നോക്കാം. അപ്പം കുജൻ എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡ്, അത് കുജൻ എന്ന് പറയുന്ന പ്ലാനറ്റിലും ഉണ്ടാവും, നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവും, പ്രപഞ്ചത്തിലും ഉണ്ടാവും. ആ ഒരു പെർട്ടിക്കുലർ എനർജി ഫീൽഡ് ഏതൊക്കെ സബ്ജക്റ്റുകളെ സിഗ്നിഫൈ ചെയ്യും എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ കുജനെക്കുറിച്ച് പഠിച്ച വീഡിയോ ഉണ്ട്, അത് പോയി ഒന്ന് കാണണം. കണ്ട് അത് വീണ്ടും 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 മനസ്സിലാക്കണം. ഒരു ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പല ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ, സിഗ്നിഫിക്കേറ്റേഴ്സിനെ കുറിച്ച് എത്രത്തോളം പഠിക്കുന്നോ, അതിനനുസരിച്ച് ജ്യോതിഷത്തിലുള്ള നമ്മുടെ കഴിവ് കൂടും. നമ്മൾ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് മനസ്സിലാക്കണം. ഈ 9 ഗ്രഹങ്ങളോട് ഒരുമിച്ച് ചേർന്നാൽ വരെയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ. ഇന്ന് കുജനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുജന്റെ കാരകത്വം മൂന്നാം ഭാവത്തിൻ്റെ കാരകനല്ലേ. അപ്പം മൂന്നാം ഭാവത്തിൻ്റെ കാരകനാകുമ്പം സഹോദര സഹോദരീ കാരകത്വം ഇളയത്, പിന്നെ ധൈര്യത്തിൻ്റെ കാരകത്വം, വീര്യത്തിൻ്റെ കാരകത്വം, ശൗര്യത്തിൻ്റെ കാരകത്വം, ദുർബുദ്ധി എടുത്തുചാട്ടത്തിൻ്റെ കാരകത്വം, തമോ ഗുണത്തിൻ്റെ ശരീരത്തിലെ താമസിക ഗുണങ്ങളുടെ കാരകത്വം, ബുദ്ധിയെക്കാട്ടിലും കൂടുതൽ ശാരീരികമായിട്ടുള്ള ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാനുള്ള സ്വഭാവങ്ങൾ, ഇതൊക്കെ ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമ സ്വഭാവങ്ങൾ, യുദ്ധം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നമ്മളിപ്പം ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ, അത്, മുറിവ്, എതിർപ്പുകൾ, ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത്, ശാന്താവസ്ഥ, നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി തളർത്തിക്കളയുന്നത്, എതിർപ്പുകളെ നേരിടാനുള്ള കഴിവ്. സൈന്യാധിപനാണ്, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നെഞ്ചും വിരിച്ച് നേരിടാനുള്ള കഴിവ്. നമ്മൾ ഈ പറയത്തില്ലേ, ഭയങ്കരമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ്, അത് ചിലപ്പോൾ അവർക്ക് ദുരിതമാണ്. നമ്മൾ പറയത്തില്ല ഇവർ അഹങ്കാരിയാണ് അല്ലെ അഹങ്കാരികളാണ് എന്ന് പറയുന്ന രീതിയിലുള്ള, എപ്പോഴും ഇടിച്ചു കയറി ആക്രമിച്ച് എല്ലാവർക്കും ഒരു ഭയം തോന്നുന്ന രീതിയിലുള്ള, ഇതൊന്നും അങ്ങോട്ട് മാറിയുന്നേ, അങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഉള്ള അക്രമ സ്വഭാവങ്ങൾ, പട്ടാളം, പോലീസ്, കടബാധ്യത, പിത്തജന്യമായിട്ടുള്ള രോഗം, ദേഷ്യം കൊണ്ടുണ്ടാവുന്ന, ദേഷ്യം ഒരുപാട് വരുമ്പോൾ ഉണ്ടാവുന്ന രോഗം, അത് നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള യുദ്ധം, യുദ്ധക്കളം, അതുപോലുള്ള കാര്യങ്ങൾ, ആയുധങ്ങൾ, ആയുധപ്പുരകൾ, ശരീരത്തിൻ്റെ ഉഷ്ണം, കാമാസക്തി, അതേപോലെ ഈ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ ഇങ്ങനെ ഉരുട്ടി വെക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ. ശുക്രൻ ബലപ്പെട്ടാൽ സൗന്ദര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം, മേക്കപ്പ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള. പക്ഷേ ഈ കുജൻ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അവരധികം ഭയങ്കര രൂക്ഷമായിരിക്കും, എപ്പോഴും ആരോഗ്യത്തിൽ ശ്രദ്ധയായിരിക്കും. ചുറ്റും എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അവരായുധം, എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ പെട്ടെന്ന് ഒരു ആയുധത്തെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പരതൽ നടത്തും ഉള്ളുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അമിതമായ കാമാസക്തി, ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതായത് മാനസികമായിട്ടൊന്നും കാണില്ല, പക്ഷെ ശാരീരികമായിട്ടുള്ള കാമാസക്തി, അതായത് സ്ത്രീ പുരുഷന്മാരുടെ സംയോഗം നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഇൻറ്റിമസി അല്ല, ഇമോഷണൽ ഇൻറ്റിമസി അല്ല, അതിനെ ഫിസിക്കലി എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വല്ലാണ്ട് ശ്രമിക്കും. അതിലൊരു യുദ്ധക്കളം പോലെ ആവാൻ ഉള്ളൊരു അല്ലെങ്കിൽ യുദ്ധക്കളം പോലെ ആക്കാനുള്ളൊരു ശ്രമം ചൊവ്വയ്ക്ക് ബലപ്പെട്ടവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ യന്ത്ര ഉപകരണങ്ങൾ, ഇലക്ട്രിസിറ്റി, അതേപോലെ അപകടകരങ്ങളായിട്ടുള്ള യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, അതേപോലെ രസതന്ത്രം, കെമിസ്ട്രി നല്ലൊരു പരിധി വരെ ബയോടെക്നോളജിയും അതുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുവായിട്ട് വരും. എന്നാൽ പോലും കെമിക്കൽസിൻ്റെ ഒരു സ്ഫോടനം നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ കെമിസ്ട്രിയുടെ കുറേ ഭാഗങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനറിയോ, നിങ്ങൾ ഈ ഒരു പോയിന്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ടാവും. ആരും എല്ലാം തികയത്തില്ല. അപ്പം ഒരു പോയിന്റ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അന്വേഷിക്കാൻ ഉണ്ടാവും. അതുപോലെ ക്രൂരത, ശസ്ത്രക്രിയ, ചുവന്ന നിറം, രക്തം, രക്തചന്ദനം, അതുപോലെ തന്നെ ഭഗവാന്മാരിൽ
ബുധന് ചൊവ്വ ബന്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നരസിംഹസ്വാമി. പൊതുവെ ഓജരാശിയിൽ നിൽക്കുകയോ അംശിക്കുകയോ അല്ലെങ്കിൽ പുരുഷ നക്ഷത്രങ്ങളിലൊക്കെ നിൽക്കുകയും ഓജരാശിയിലാണെന്നുണ്ടെങ്കിൽ അത് സുബ്രഹ്മണ്യ സ്വാമി, അല്ലെങ്കിൽ യുഗ്മരാശിയിൽ സ്ത്രീരാശികളിലാണെങ്കിൽ സ്ത്രീ നക്ഷത്രങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അത് ഭദ്രകാളി, ചാമുണ്ഡി തുടങ്ങിയിട്ടുള്ള ദേവതകൾ. ഇരുമ്പ് ചെമ്പിൻ്റെയൊക്കെ ആയുധങ്ങൾ, ഇരുമ്പിൻ്റെ കാരകം, പച്ചിരുമ്പിൻ്റെ കാരകം ശനിക്കാം, പക്ഷെ അതിൻ്റെ ആയുധങ്ങളുടെ കാരകത്വം, മൂർച്ചയിട്ട് വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ ചൊവ്വയാണ്. കൊലപാതകം, ആത്മഹത്യ, നമ്മൾ കാണത്തില്ലേ, കാമുകിയും കാമുകനും കൂടെ ഒരുമിച്ച് പോയിട്ട് വണ്ടി ഓടിച്ച് ബസ്സിലൊക്കെ കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ ന്യൂസിൽ കാണാറില്ലേ. അതായത് ആരൊക്കെ വിട്ടുകൊടുക്കാതെ ജീവിച്ചില്ലെങ്കിലും വേണ്ടിയില്ല ഒരുമിച്ച് മരിക്കുക എന്നുള്ളത്, അത് രണ്ടുപേരോട് ഒരുമിച്ച് തീരുമാനം എടുക്കുന്നതല്ല, ഒരാൾ വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വണ്ടി ഇടിച്ച് കൊല്ലുന്ന അങ്ങനെയൊക്കെയുള്ള ക്രൂരമായിട്ടുള്ള, അങ്ങനെയൊക്കെ ആ ക്രൂരകൃത്യങ്ങൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, ആ സ്വാർത്ഥപരമായിട്ട് വേറൊരാളെ ഇഷ്ടപ്പെട്ടിട്ട്, ഇന്നിപ്പോൾ ന്യൂസിനകത്തൊക്കെ കാണുന്ന പോലെ മക്കളെയും ഭാര്യയും കൊന്നിട്ട് വേറൊരാളുടെ കൂടെ പോകാൻ നോക്കുന്നതൊക്കെ, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം മക്കളെ കൊല്ലുന്നത്, അടിച്ചു കൊല്ലുന്നത്, ആ ക്രൂരകൃത്യങ്ങളൊക്കെ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് ബലമില്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നത് ഇപ്പം നാർസിസം രവിയും ചൊവ്വയും കൂടെ കോമ്പിനേഷനാണ് വരുന്നത്. നാർസിസം ആവുന്നതിനോടൊപ്പം കുജനും കൂടെ ബലം വന്നാൽ മാത്രമേ അവർക്കൊരാളെ തട്ടാൻ, അത്ര മനോബലം വേണം. എളുപ്പമല്ല ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുന്നതിനെക്കാട്ടിലും പാടാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ സ്നേഹിച്ച് ഒരു വ്യക്തിയെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത്രയും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. കുജനാണ്. അതുപോലെ തന്നെ കേതുവിനുമുണ്ട്. കേതു സൈലന്റ് കോൾഡ് ബ്ലഡഡ് ആണ്. ഇത് വിസിബിൾ ആണ്, നമുക്ക് അറിയാം. നമ്മുടെ ഗുണ്ടകൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, കേസും വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തർക്കങ്ങളും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ ഗുണ്ടകളെല്ലാം ഈ കുജൻ്റെ കാരകത്വത്തിൽ വരും. അതുപോലെ തന്നെ സംഘടനാ സാമർഥ്യം, ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരിലൊക്കെ ആണെങ്കിൽ നേതാവിനെക്കാട്ടിലും കൂടുതൽ കഴിവുള്ള സംഘടനാ സാമർഥ്യമുള്ളവർ കൂടെ ഉണ്ടാവും. അവർ സൈന്യാധിപന്മാരായിരിക്കും അവർ. അതേപോലെ മനോബലം, നിശ്ചയദാർഢ്യം, ഒരു വിഷയം ചെയ്യാനുള്ളവരുടെ കഴിവ്, നിശ്ചയദാർഢ്യം, മുന്നോട്ടുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി യുദ്ധം ചെയ്ത് മുന്നോട്ട്, ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് കയറാനുള്ള ബലം. യുക്തിവാദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ റിലീജിയനിലോ അല്ലെങ്കിൽ ഒരു യുക്തിവാദമായിട്ടുള്ള ഒരു തിയറിയിലോ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ടെമ്പറിലോ, ഇതിലൊക്കെ അടിമകളായിരിക്കും. അതിനുവേണ്ടി വാദിക്കും, അതിനുവേണ്ടി എതിർക്കുന്നവരോട് തർക്കിക്കും, ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യും. അത് റിലീജിയസ് ആവാം, റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാവാം, അങ്ങനെയുള്ളവരാണ് ടെററിസ്റ്റൊക്കെ ആവുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടി സംഘടനയിൽ പെട്ടവരാവാം, ഇല്ലെങ്കിൽ ഇപ്പോൾ യുക്തിവാദം ഒരു സംഘടന പോലെ വരിക, അപ്പോൾ അങ്ങനെ ആവാം. അല്ലെങ്കിലും സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷയം മാത്രമാണ് ശരി, ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവർ. ഇതും ചൊവ്വയെ കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മദ്യാസക്തി, മത്സ്യമാംസാദികളോടും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളോടും തീന്മേശയിൽ മദ്യത്തോടൊപ്പം കഴിക്കുന്ന അങ്ങനെയുള്ള എൻജോയ്മെൻറ്റുകളോടും, അതായത് കാമാസക്തി, സ്ത്രീ, അതായത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, അതേപോലെ തീന്മേശയിൽ മദ്യം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഉഗ്രമായിട്ടുള്ള ഒരു ഇത്, എവിടെയും ഇങ്ങോട്ട് വാ അല്ല അങ്ങോട്ട് ഇല്ല, ആ ഒരു ആധികാരിക സ്വഭാവവും, ഇതാണ് ചൊവ്വയുടെ ഒരു രീതി. ഇവർക്കൊരു ശക്തമായ ഒരു ബലഹീനതയും ഉണ്ടാവും. പലപ്പോഴും ആ ബലഹീനതയിലാണ് ഇവർ പരാജയപ്പെട്ട് പോകുന്നതും. ജാതകത്തിൽ ചൊവ്വ ദുർബലനായിരുന്നാൽ പൊതുവെ കർമ്മശേഷിയും ഉത്സാഹവും ഒക്കെ കുറവായിരിക്കും. ആക്റ്റീവായിട്ടിരിക്കുന്നത് കുറച്ച് കുറവായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷിയില്ലായ്മ, എന്തിനോടുമുള്ള ഒരു ഭയം, ക്രൂരത, മുൻകോപം, അലച്ചിൽ, എടുത്തുചാട്ടം, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കൽ, പ്രതീക്ഷിക്കുന്നവർ സഹായിച്ചില്ലെങ്കിൽ അവരോട് ദേഷ്യം, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത്, മദ്യാസക്തി, ദാസ്യ സ്വഭാവങ്ങൾ. ശനിയുടെ ദാസ്യമല്ല ഇവിടെ, കള്ളും ഫുഡും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും കൂടെ വരുന്ന ഒരു രീതി. മദ്യാസക്തി ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക്. അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒരു ആസക്തി ഉണ്ട്, അതങ്ങ് പോഷിപ്പിച്ചു കൊടുത്ത ഒരാളായിട്ട് എപ്പോഴും ഇങ്ങനെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. അവിവേകം, ഒരു പരിധിക്ക് മേളിൽ ചിന്തിക്കാത്ത രീതികൾ, മീഡിയോക്കർ ലെവലായിരിക്കും. ഒരു പരിധിക്ക് മേളിൽ വളരെ സ്വന്തം ജീവിതവും അങ്ങനെ സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ അവർക്ക് പലപ്പോഴും കഴിയത്തില്ല. പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ഗമനം ഉണ്ടാവും. അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക വാസനകളുണ്ടാവും. ചൊവ്വയ്ക്ക് അനുകൂലമല്ലാത്ത
ജാതകർ പലപ്പോഴും ഷോർട്ട് ടെമ്പേർഡും ആയിരിക്കും. എല്ലാവരോടും ഒരു ദേഷ്യവും ഒരു അസ്വസ്ഥതയും ഒക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ബന്ധങ്ങളിലും ആ ഒരു ആർഗ്യുമെൻ്റ് വഴക്കുണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ ഈ അസ്വാഭാവികമായിട്ട് ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഈ ലൈംഗികതയ്ക്കകത്ത് വേദനിപ്പിക്കുന്ന രീതിയും ക്രൂരമായിട്ടുള്ള രീതികളൊക്കെ ഈ ചൊവ്വയ്ക്ക് ബലം കുറഞ്ഞാലും വരും. അതുപോലെ തന്നെ ബലമുള്ള ചൊവ്വ മോശ സ്ഥാനങ്ങളിൽ നിന്നാലല്ലേ മാരകനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്രിമിനൽ സ്വഭാവങ്ങൾ കൂടും. ശരീരത്തിന് എപ്പോഴും ചൂടുണ്ടാവും, ശരീരത്തിന് ഒരുപാട് രോമങ്ങളുണ്ടാവും, പൊക്കം കുറഞ്ഞ് നല്ല തടിച്ച് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് എപ്പോഴും ആ ഒരു ഭീകരതയുടെ ഒരു രീതി അവർ ഒബ്സർവ് ചെയ്തേക്കാം. വിയർക്കും, എപ്പോഴും വിയർത്ത് ഇങ്ങനെ അധ്വാനം ഇങ്ങനെ ചാടി നിൽക്കും. അപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളൊന്നും നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആണുങ്ങൾ, അത് വലിയ മീശയൊക്കെ കാണും. അപ്പോൾ ഇവരെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഇല്ലാതെ ഇവർക്ക് പറ്റത്തില്ല. ഒന്നത്. പിന്നെ ഇതില്ലാതെ ഈ മദ്യം അങ്ങനെയുള്ള സാധനങ്ങളോ സിഗരറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഇവർക്ക് പറ്റത്തില്ല. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമാസക്തി. ഇവരുടെ കൂടെ അങ്ങനെയുള്ളവർ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ കൂടെ താമസിക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ അവരെ നന്നായിട്ട് അറിയാവുന്നവരുടെ അടുത്തോ ചോദിച്ചു നോക്കിക്കോളും. ഒരു അക്രമ സ്വഭാവം അല്ലെങ്കിൽ ഒരു വിഷയം അതിനകത്ത് അവർക്കുണ്ടാവും. നാലാമത്തേത് ദേഷ്യം. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഇതുണ്ടാവും. ചിലപ്പം മേല് നോവിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് ചെല്ലാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗംഗാ സ്നാനം നിത്യവും ചെയ്യുന്നത് നല്ലതാണ്. പുണ്യദേശങ്ങൾ, പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകുന്നതും ഈ ത്രിവേണി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും സാധന ചെയ്യുന്നതും സ്നാനം ചെയ്യുന്നതും ഒക്കെ വിശേഷമാണ്. ഇനിയും നമുക്ക് ഔഷധ സ്നാനത്തിലേക്ക് കടക്കാം. ഔഷധക്കൂട്ടുകളെ കുറിച്ച് ഞാൻ പറയാം. രക്തയന്തനം, കുറുന്തോട്ടി, ചെമ്പരത്തി, കൂവളക്കായ, ത്രികോൽപ്പക്കൊന്ന, ചായില്യം, ഞാഴൽപ്പൂവ്, ഇലഞ്ഞിപ്പൂവ്, ജടാമാഞ്ചി, അരിതാരം ഇവ 8 ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് അത് കലശക്കുടത്തിൽ നിറച്ച് കുജന്റെ പൂജ കഴിച്ച് അങ്കാരക പൂജ കഴിച്ച് വേണം ഔഷധ സ്നാനം ചെയ്യാൻ. കൊട്ടം എന്ന് പറയുന്ന ഒരു ഔഷധമുണ്ട്. ആ ഔഷധം 6 കഴിഞ്ഞ് അതേപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 4-1 പറ്റിച്ച് അത് കലശക്കുടത്തിൽ നിറച്ച് ഒരു പുരോഹിതനെ കൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യിച്ചാലും അതും വിശേഷമായിട്ട് നല്ലത് തന്നെയാണ്. അടുത്തത് എന്ന് പറയുന്നത് വസ്ത്രമാണ്. ചുവന്ന വസ്ത്രം തന്നെയാണ് ചൊവ്വയ്ക്ക് പ്രധാനം. ചുവന്ന പട്ടോ ചുവന്ന പട്ടുസാരിയോ, ചുവന്ന പട്ടുസാരിയൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ച ചൊവ്വ പ്രീതികരമാണ്. ശത്രു സംഹാരവും കൂടിയാണ്. കാരണം ശത്രുവിൻ്റെ കാരകനും ചൊവ്വയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഭദ്രകാളിക്കും ഒക്കെ സമർപ്പിക്കുന്നതും ചുമലപ്പട്ടുടയാട സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്നതും നാരങ്ങ കുറച്ച് താമസികമാണല്ലോ. നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് വിളക്ക് കത്തിക്കുന്നത് കുറച്ച് താമസികവും കൂടെ. അപ്പം അതുകൊണ്ടൊക്കെ അതിനൊരു പരിഹാരമാണ്. ഈ ശത്രു സംഹാരത്തിനും നമ്മൾ ഉള്ളിലെ ശത്രുതയ്ക്കും ഒക്കെ നമ്മൾ ഉള്ളിലുള്ളതുകൊണ്ടാണ് പുറത്തും അത് വരുന്നത്. അപ്പോൾ അതിനുമൊക്കെ വിശേഷ പരിഹാരമാണ്. ഈ വിളയി ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊരു പരിഹാരമാണ്. അമ്പലത്തിൽ സമർപ്പിക്കാവുന്ന തെറ്റി, ചെമ്പരത്തി, അതേപോലെ തന്നെ ചുവന്ന പുഷ്പങ്ങളെല്ലാം ചൊവ്വയുടെ പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ്. അതുപോലെ തന്നെ കോറൽ, റെഡ് കോറലാണ്, അതായത് ചെമ്പവിഴമാണ് ചൊവ്വയുടെ രത്നം. അത് വിധി പോലെ ജമോളജിസ്റ്റിനെ കണ്ട് ഒരുപാട് ജമോളജിസ്റ്റുമാരുണ്ട്, ഒരുപാട് ജ്വല്ലറികളുമുണ്ട്. പക്ഷെ നല്ല ജമോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് കണ്ടറിയാം. അത് വലിയ ജ്വല്ലറിയിലൊന്നും ഇരിക്കുന്നവരാവണമെന്നില്ല. കല്ല് കണ്ട് നന്നായിട്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ഒറിജിനലാണോ ലോക്കലാണോ എന്ന് പറയാം. കാരണം കള്ളക്കല്ലുകളാണ് ഉള്ളത്. ഇപ്പോൾ റെഡ് കോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലും ലോക്കലും തമ്മിൽ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. അതിന് ഗ്യാരണ്ടിയും തരും ചില ജ്വല്ലറിക്കാർ. അപ്പോൾ അവരുടെ കടയിൽ തന്നെ കൊണ്ടു കൊടുത്താൽ അവരതിന് പൈസയും തരും. പക്ഷേ ആരാണത് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഇത് വിട്ടുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത് പലരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതിനെ പറയില്ല. ഈശ്വരനെ ആശ്രയിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. പക്ഷേ മനുഷ്യൻ പലവിധമല്ലേ. ചിലവർക്ക് ഇത് വിശ്വാസമുണ്ടെങ്കിൽ റെഡ് കോറലാണ് ചൊവ്വയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കല്ല്. അത് വിധി പോലെ നിങ്ങൾ സ്ക്രാച്ചുകളൊന്നും ഇല്ലാത്ത നല്ല ഒറിജിനൽ കല്ല് നല്ല രീതിയിൽ ചെയ്ത് വേണ്ടതുപോലെ ഇടുക. പൊതുവെ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കടയിൽ നിന്ന് മേടിച്ച് അതേപോലെ അങ്ങ് ഇടണം കല്ലെന്ന്. അങ്ങനെയല്ല. കല്ല് മേടിച്ച് അതിന് പുണ്യാഹാദികൾ ചെയ്തു അല്ലെ സപ്തശുദ്ധിയൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തി ഷോഡശോപചാരങ്ങളൊക്കെ ചെയ്ത് വേണം കല്ല് ധരിക്കാൻ. എന്നാലേ ആ കല്ല് ഫലമുള്ളൂ. ഇത് കടയിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടിട്ട് പറയും എൻ്റെ നടുക്കത്തെ വിരലിൽ അല്ലെങ്കിൽ ഈ വിരലിൽ ഇന്ന കല്ലിടാൻ പറഞ്ഞു,
ആര് പറഞ്ഞു? അത് ജൂതക്കാർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അപ്പം ഓരോ കല്ല് കൊണ്ടുവരുമ്പോൾ ആ കല്ലിന് വിശേഷാൽ പൂജ കഴിച്ച് വേണം കല്ല് ധരിക്കേണ്ടത് പോലും. അതുപോലെ തന്നെ യന്ത്രധാരണം. കുജന്റെ യന്ത്രമുണ്ട്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി യന്ത്രം ധരിക്കാം, അതേപോലെ ഈ നരസിംഹയന്ത്രം ധരിക്കാം. അങ്ങനെ ഒരുപാട് ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരവരുടെ ജാതകം നന്നായിട്ട് നോക്കി അതിന് വേണ്ട ഒരു യന്ത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ബുധനും ചൊവ്വയും കൂടെ ഒക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ സുദർശനവും ധരിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് അവരവരുടെ ദശാകാലങ്ങൾ നോക്കി വേണ്ടത് ചെയ്തു കൊള്ളുക. അതുപോലെ തന്നെ വ്രതം, കുജശാന്തിക്ക് അനുഷ്ഠിക്കേണ്ട വ്രതം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച വ്രതമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി വ്രതങ്ങൾ, ഭരണി തുടങ്ങിയിട്ടുള്ള ദിവസങ്ങൾ, അതേപോലെ സുബ്രഹ്മണ്യ വ്രതങ്ങൾ, ഷഷ്ഠി തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിലെ വ്രതമെടുക്കുന്നത്, ഇതൊക്കെ ചൊവ്വയ്ക്ക് നല്ലതാണ്. ചൊവ്വ ബലപ്പെടുത്താനും ചൊവ്വയുടെ ദോഷങ്ങൾ തീരാനും സുഹൃതങ്ങൾ അതുവഴി സംഭവിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും ചൊവ്വാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന ദിവസം ഉദയ സമയത്ത് ഭദ്രകാളിയുടെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെയോ ക്ഷേത്രത്തിൽ ആ ഉദയം നടക്കുന്ന സമയത്ത് ഭഗവാനെ ആശ്രയിക്കുന്നതും അവരുടെ കീർത്തനങ്ങളും സ്തുതികളും ജപിക്കുന്നതും വലിയ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി 6 പടവീട്, തമിഴ്നാട്ടിലുള്ള 6 സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. പളനി ഉൾപ്പെടുന്ന, തൃച്ചെന്തൂർ ഉൾപ്പെടുന്ന 6 പടവീടെന്നാണ് പറയുന്നത്. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും, അതേപോലെ ഹിമാലയത്തിലുള്ള ഉത്തരാഖണ്ഡിലുള്ള കാർത്തിക് സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ തപസ് ചെയ്തിരുന്ന സ്ഥലം പോവാം. ഇതൊക്കെ ചൊവ്വയുടെ പ്രീതി നൽകുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ചൊവ്വയുടെ പൂജയും ഹോമവും മുന്നേ പറഞ്ഞ വീഡിയോയിലുള്ളതുപോലെ തന്നെ വിശദമായിട്ട് തന്നെ പത്മവിട്ട് പൂജ കഴിക്കാം. പ്രധാന നിവേദ്യം ശർക്കര ഇട്ട പായസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭദ്രകാളിക്കൊക്കെ ശർക്കര പായസം ഇത്രയും പ്രാധാന്യം വരുന്നത്. ശർക്കര ചേർത്ത ഹവിസും, അതായത് ശർക്കര പായസമാണ് നിവേദ്യം. അതുപോലെ തന്നെ കരിങ്ങാലിയാണ് കുജൻ്റെ സമയത്ത്. അത് 1 ചാൺ നീളത്തിൽ മുറിച്ച് 108 1008 ഒക്കെ കുജൻ്റെ മന്ത്രം ജപിച്ച്, അതുപോലെ തന്നെ വിശേഷപ്പെട്ട കുജസ്തുതികളും അഷ്ടോത്തരങ്ങളും അതുപോലെ തന്നെ ഗുരുപദേശമായിട്ട് കിട്ടിയ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഹോമിക്കുകയും ചെയ്യാം. അതുപോലെ ദാനവസ്തുക്കൾ എന്ന് പറയുന്നത് ചുവന്ന കാളയാണ്. ചുവന്ന കാളയെ ദാനം ചെയ്യാൻ ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഒക്കെ ചുവന്ന കാളയെ ദാനം ചെയ്യാൻ ശേഷിയുള്ളവരാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ കാലം വളർത്തിയ ശേഷം വേണം അതിനെ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യേണ്ടത്. അത് മേടിച്ചുകൊണ്ട് വന്ന് ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം വീട്ടിൽ വെച്ച് അങ്ങനെ വളർത്തി ദാനം ചെയ്താൽ ഒരുപാട് ചൊവ്വയുടെ ദുരിതങ്ങൾ ഒരുപാട് തീരും. അതുപോലെ തന്നെ തുവരയാണ് ഇതിൻ്റെ ദ്രവ്യം. അതുകൊണ്ട് തന്നെ തുവര കൊണ്ട് തുലാഭാരം കഴിക്കാം. അതുപോലെ തന്നെ പവിഴം ദാനം ചെയ്യാം, തുവര ദാനം ചെയ്യാം. സദ്യയൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമൂഹ സദ്യയൊക്കെ നടക്കുന്ന സമയത്ത് തുവര ദാനം ചെയ്യാം. അതുപോലെ തന്നെ സ്വർണം, ചെമ്പും അതിനൊക്കെ ധനം മുടക്കാം. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെടിപാടുള്ള സ്ഥലങ്ങളുണ്ടാവും, അവിടെ അത് ചെയ്യുക. തുവരപ്പരിപ്പ് പോലുള്ള കാര്യങ്ങൾ സുബ്രഹ്മണ്യൻ്റെയും ഭദ്രകാളിയുടെയും ഒക്കെ ക്ഷേത്രത്തിൽ സമൂഹ സദ്യയൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ തന്നെ ചുവന്ന കാളയെ ദാനം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ദാനം ചെയ്യുക. അതേപോലെ തുവരപ്പരിപ്പ് ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിലെ ചെമ്പവിഴം ദാനം ചെയ്യാൻ ശേഷിയുള്ളവരാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കിരീടത്തിലേക്കോ അല്ലെങ്കിൽ ഭദ്രകാളിക്കോ ഒക്കെ ചെമ്പവിഴം ദാനം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ദാനം ചെയ്യുക. അങ്ങനെയൊക്കെ അവരവരുടെ ശക്തി പോലെ, കഴിവ് പോലെ ചെയ്യുക. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു നിവേദ്യമോ, ഒരു പഞ്ചാമൃതമോ, ഒരു കടും പായസമോ, ഒരു രക്തപുഷ്പാഞ്ജലിയോ, കുങ്കുമത്തിൻ്റെ ഒക്കെ കാരകൻ ചൊവ്വയാണ്. അപ്പം ഇതെല്ലാം രക്തപുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് ചെയ്താലും മതി. ശ്രീ ബഗളാമുഖിയാണ് ദശമഹാവിദ്യാസങ്കല്പത്തിൽ ചൊവ്വയുടെ ദേവതയായിട്ട് പറയുന്നത്. സ്തംഭന ദേവതയാണ് ബഗളാമുഖി. അപ്പം ബഗളാമുഖിയെ ആശ്രയിക്കുന്നത് ശാക്തേയർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചൊവ്വയുടെ വൈദിക മന്ത്രങ്ങളുണ്ട്, ചൊവ്വയുടെ താന്ത്രിക മന്ത്രങ്ങളുണ്ട്, ചൊവ്വയുടെ ഉപാസനാക്രമങ്ങളുണ്ട്. ഭദ്രകാളി ഉപാസനാക്രമങ്ങളുണ്ട്, സുബ്രഹ്മണ്യ ഉപാസനാക്രമങ്ങളുണ്ട്, നാരസിംഹ ഉപാസനാക്രമങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ നിരവധി നവഗ്രഹങ്ങളിൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന ഒരുപാട് സ്തോത്രങ്ങളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ എടുക്കുക. അഷ്ടോത്തരമുണ്ട്, ഭദ്രകാളി സാധനയ്ക്കുള്ള സ്തുതിയുണ്ട്. ഇപ്പോൾ കാളി മഹാകാളി എന്നുള്ള സ്തുതികളുണ്ട്, സുബ്രഹ്മണ്യ സ്തുതികളുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ ശക്തി പോലെ ഭഗവാനെ ആശ്രയിച്ചാൽ, അല്ലെ ഭഗവതിയെ ആശ്രയിച്ചാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ
ഉണ്ടാവും. ഇതൊക്കെ ആരിൽ നിന്നെങ്കിലുമൊക്കെ പഠിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്ത് വേണം അത് ചെയ്യാൻ. ഈ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിത രീതിയും കൂടെ കുറച്ച് മാറ്റണം. അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്ത് അല്ലെ വീട്ടിലിരുന്ന് പരിഹാരം ചെയ്തിട്ട് ചൊവ്വ ദശാകാലങ്ങളിൽ വരുമ്പം തോന്നിയ പോലെ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കരുത്. ഞാൻ രാവിലെ 2 അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാമല്ലോ, പുള്ളി അതല്ലേ പറഞ്ഞെന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കരുത്. ജീവിത രീതി ആ ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റാനും കൂടെ ശ്രമിച്ചാലേ ഈ പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായി മാറത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെയും മാനസികവുമായിട്ടുള്ള സർവ്വബലങ്ങളും സൂചിപ്പിക്കുന്നത് ചൊവ്വയാണ്. ശരീരശക്തി, നല്ല മനോബലം, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, പ്രവർത്തനശേഷി, ആത്മവിശ്വാസം, ഒരു യോദ്ധാവിനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത് ഇതെല്ലാം ആക്ച്വലി ചൊവ്വയാണ്. ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ശാരീരിക വ്യായാമങ്ങൾ, യോഗയോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുകയോ അല്ലെ ഇന്നത്തെ കാലത്ത് ടബാറ്റയോ എന്തും അല്ലെങ്കിൽ ഡാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ ഫുഡ് നിയന്ത്രിക്കണം കേട്ടോ. താമസിക ഗുണങ്ങളുള്ള ഫുഡുകൾ കുറച്ചുകൊണ്ട് സാത്വിക പ്രത്യേകിച്ച് സാത്വിക ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മനസ്സിന് നിങ്ങളുടെ കോപം, ഉഷ്ണത്തെ ഒന്ന് നിയന്ത്രിക്കാൻ ഉള്ളൊരു ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ ക്രൂരത, അമിതമായിട്ടുള്ള മദ്യാസക്തി, ഡ്രഗ്സിനോടൊക്കെ ഉള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോടുള്ളൊരു താല്പര്യം, കാമാസക്തി, ലൈംഗിക ആസക്തി, പെട്ടെന്ന് വീണ്ടും 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 വേണം എന്നുള്ള ആസക്തി, ഇതെല്ലാം വളരെ കർശനമായിട്ട് കലഹ സ്വഭാവം, ആവശ്യമില്ലാതെ തൊടുന്നതിന് പിടിക്കുന്നതിനുള്ള ദേഷ്യം കാണിക്കുന്ന കലഹ സ്വഭാവം, ഇതെല്ലാം കർശനമായിട്ട് നിയന്ത്രിക്കുന്നത് ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പം ഗുണാനുഭവമായിട്ട് വരും. സ്ഥൂലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ഥൂലത്തിലും, സൂക്ഷ്മത്തിൽ ചെയ്യേണ്ടത് സൂക്ഷ്മത്തിൽ. അതായത് ഗ്രോസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഗ്രോസിലും ചെയ്യണം, നമ്മൾ ബോധപൂർവം ചെയ്യണം. സൂക്ഷ്മത്തിൽ ചെയ്യാൻ അതിന് ആ തോട്ട്സിനെ ഭംഗിയാക്കി നമ്മളിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഈശ്വര കാര്യങ്ങൾ, നമ്മൾ പ്രപഞ്ചത്തെ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലവട്ടം ആലോചിച്ചിട്ട് വേണം കുജദശയിൽ ഒരു കർമ്മം ചെയ്യാൻ. കുജദശയിൽ തുടങ്ങുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും കുജദശ തീരുമ്പോൾ അവസാനിക്കും. അത് ബന്ധങ്ങളായിക്കോട്ടെ, ബിസിനസ്സുകളായിക്കോട്ടെ, പല കാര്യങ്ങളും കുജൻ പിഴച്ചാണ് നിൽക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ കുജനും കേതുവും കൂടെ യോഗം ചെയ്ത് ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിലുള്ളവർ, ഇത് 1-ം ഭാവത്തിലാവാം, 2-ം ഭാവത്തിലാവാം, 3-ം ഭാവത്തിൽ, ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പൂർവ്വജന്മ ദുരിതം കിടപ്പുണ്ട്. അപ്പം നമുക്ക് വളരെ സ്നേഹപ്പെടും. 5-ം ഭാവത്തിൽ കേതു യോഗം വരുവാണെങ്കിൽ മക്കളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, പക്ഷേ മക്കളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികളുണ്ടാവും. 4-ം ഭാവത്തിൽ കുജകേതു യോഗമാണ് വരുന്നതെങ്കിൽ അമ്മയോടെ ഒരു അറ്റാച്ച്മെൻ്റ്, ഒരു വീടിനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, പക്ഷേ വീട്ടിൽ നിന്ന് അന്യനാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പൊതുവെ. അതുപോലെ തന്നെ കുജദശയിൽ കുജൻ മോശമാണെങ്കിൽ ഏത് നിമിഷവും അപകടങ്ങളോ, ചതവ്, മുറിവുകൾ, ഇതൊക്കെ വരും. ഈ ചൊവ്വ ദശാകാലം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ പലർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ ചൊവ്വയുടെ ദശ നടക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും ചൊറിഞ്ഞെങ്കിലും ഒരു മുറിവ്, ഒന്ന് രക്തം കാണാതെ ഇരിക്കത്തില്ല ശരീരത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അപകടങ്ങൾ, ദൂരയാത്രകൾ, വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ മുറിക്കുന്ന കട്ടിങ് ബ്ലേഡുകൾ, വെൽഡിങ് അങ്ങനെയൊക്കെയുള്ള ജോലികളും ഒക്കെ ചെയ്യുന്നവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും ഒരു സേഫായിട്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. സേഫ്റ്റി എപ്പോഴും നോക്കണം, ഇല്ലേ മുറിവുകൾ, ചതവുകളും സ്റ്റിച്ചിടേണ്ട അവസ്ഥകളും ഒക്കെ ശരീരത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർത്തും അഗ്നികാരകനായിട്ടുള്ള ചൊവ്വയുടെ ദശാകാലങ്ങൾ ഒരു അഗ്നിയെപ്പോലെ ഒന്ന് കണ്ട് ഗൗരവത്തോടു കൂടി വേണം കാണാൻ. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചൊവ്വ ദശാകാലം വളരെ ഭംഗിയായിരിക്കും. ഈശ്വര സാധനയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ മാറ്റി നമ്മൾ നമ്മളുടേതായ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ നല്ലൊരു പരിധി വരെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തരണം ചെയ്യാനും കഴിയും. അപ്പം ആദിത്യൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു, സോമൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു, അങ്കാരകൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് ബുധനാണ്. ബുധൻ്റെ പരിഹാരങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.